കണ്ണൂരിലെ ഏവരാലും നല്ല വാക്കുകൾക്ക് മാത്രം അർഹനായിട്ടുള്ള, നല്ല വാക്കുകൾ മാത്രം പറയാൻ അർഹതയുള്ള ADM നവീൻ ബാബു, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. നവീൻ ബാബുവിൻ്റെ മരണത്തെ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല ബോധ്യമുണ്ട്. കടന്നു വരേണ്ട സാഹചര്യം ഇല്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ വരേണ്ട പാടില്ലാത്ത സ്ഥലത്ത് കടന്നു വന്നു ക്ഷണിക്കപ്പെടാതെ സഹപ്രവർത്തകർ നൽകുന്ന യാത്രയയപ്പ് യോഗത്തിൽ പ്രസംഗിച്ച ശ്രീമതി PP ദിവ്യ, അവരുടെ നാവാണ് വാസ്തവത്തിൽ നവീൻ ബാബുവിന്റെ കൊലയാളി. ശ്രീമതി PP ദിവ്യയാണ് നവീൻ ബാബുവിന്റെ കൊലയാളി. അവർ സംസാരിക്കുന്നതിന് ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ അത് കൂടുതൽ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ CPMന്റെ നേതൃത്വവും കിണഞ്ഞു പരിശ്രമിച്ചു. സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി വലിയ അടവ് പയറ്റി. അദ്ദേഹം കൈക്കൂലിക്കാരനായിരുന്നു എന്നാണ് CPMന്റെ നേതാക്കന്മാരൊക്കെ പല സ്ഥലത്തും പ്രസംഗിച്ചത്. പക്ഷെ ഈ 1 വർഷമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം 1 രൂപ പോലും കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കുറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പ്രശാന്തനെയൊക്കെ മറ്റും ഉപയോഗിച്ചുകൊണ്ട്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, കൊലയാളിയായ ശ്രീമതി PP ദിവ്യ എവിടെ കിടക്കുന്നു ഇപ്പോൾ? പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആരെയായി